നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നാളെ വിനായക ചതുർത്ഥി ആഘോഷിക്കാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഗണേശ പൂജയ്ക്ക് ഇതിലും നല്ലൊരു ദിവസം വേറെയില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാലും ചതുർത്ഥിക്ക് ചന്ദ്രനെ ദർശിക്കരുതെന്നുള്ള വിശ്വാസം പലർക്കുമുണ്ട്. ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു. ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത്. ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുന്നവർക്ക് സങ്കടമുണ്ടാകുമെന്ന് ഗണപതി ശപിച്ചു. ശാപമറിയാത്ത വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കിയതിനാൽ ഗണേശ ശാപത്തിന് ഇരയായി. ശാപം മൂലം സങ്കടത്തിൽപ്പെട്ട വിഷ്ണുദേവൻ ശ്രീ പരമേശ്വരന്റെ മുന്നിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. പരിഹാരമായി ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ പരമേശ്വരൻ പറഞ്ഞു. അത് പ്രകാരം വ്രതമനുഷ്ഠിച്ച വിഷ്ണു ഭഗവാന്റെ ശാപവും കഷ്ടതകളും മാറിയെന്നാണ് ഐതിഹ്യം. ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളും കഷ്ടതകളും മാറാൻ വിനായക വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ആശംസകൾ നേരുന്നു. തുടർന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഗുരുവചനം കേൾക്കാം. ലോകത്തിന് നന്മ ചെയ്യുക എന്നതാവണം നമ്മുടെ ജീവിത ലക്ഷ്യം. അല്ലാതെ നമ്മുടെ പേര് മുഴക്കുക എന്നതായിരിക്കരുത്. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകമാണ് ഇനി ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത്. വസ്ത്രോദ്ധൂതവിധൗ സഹസ്രകരത പുഷ്പാർച്ചനെ വിഷ്ണുദാ ഗന്ധേ ഗന്ധവഹാത്മതാന്നപചനെ ബർഹിർമുഖാധ്യക്ഷതാ പാത്രേ കാഞ്ചനഗർഭതാസ്തി മയി ചേത് ബാലേന്ദുചൂഡാമണേ ശുശ്രൂഷാം കരവാണി തേ പശുപതേ സ്വാമിൻ ത്രിലോകീ ഗുരോ. അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനം ചെയ്യുന്നു ശങ്കര സ്തോത്രാമൃതം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ നമ്മൾ 30-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അത് സാമാന്യാർത്ഥം പറഞ്ഞു, വിശേഷമായി അല്പം കൂടി ചിന്തിക്കാനാണ് ഇരിക്കുന്നത്. 29-ാമത്തെ ശ്ലോകത്തിൽ സകല ദേവന്മാരും നിരന്തരം പ്രാർത്ഥിക്കുന്നതും പരമമായ മോക്ഷപ്രദവുമായ അവിടുത്തെ ഒരു കടക്കൺ നോട്ടം എൻ്റെ നേരെ പായിക്കണമേ എന്ന് പറഞ്ഞു. എന്ന് മാത്രവുമല്ല, പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഉപദേശം നൽകണമേ എന്നും പറഞ്ഞു. അതിന്
എൻ്റെ എല്ലാവിധ കരണങ്ങളെ കൊണ്ടും ഞാൻ പൂജിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അത് അടുത്തൊരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത്. സർവ്വ ഉപചാരങ്ങളും ചെയ്ത് പൂജിക്കാം. അപ്പോൾ പൂജ പല പ്രകാരമുണ്ട്. വളരെ ലളിതമായി കേവലം ഒരു ദീപം ജ്വലിപ്പിച്ച് അഥവാ അതുപോലുമില്ലാതെ മാനസികമായി മാത്രം ചെയ്യുന്ന പൂജകളാവാം. ഇനി അത് വർദ്ധിച്ച് വിവിധ ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്ന പൂജകളാവാം. അപ്പം അത്തരം പൂജകളിൽ ഇപ്പോൾ വസ്ത്രം സമർപ്പിക്കുന്നു. ഭഗവാനെ പൂജയുടെ ഭാഗമായി എനിക്ക് വസ്ത്രം സമർപ്പിക്കാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ എനിക്ക് സൂര്യൻ്റെ ഭാവമുണ്ടായിരുന്നെങ്കിൽ. അവൻ്റെ ആയിരക്കണക്കിനായി നീളുന്ന കൈകളെ കൊണ്ട് അവൻ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ്. ആ ഒരു പ്രകാശഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വസ്ത്രം സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ പുഷ്പാർച്ചനേ വിഷ്ണുത. പുഷ്പത്തെ അർച്ചിക്കുന്നു എന്ന സന്ദർഭത്തിൽ വിഷ്ണുഭാവം അനിവാര്യമാണ്. വിഷ്ണു എന്ന് പറയുന്നത് കൊണ്ട് സർവവ്യാപിയായ, ഇപ്പോൾ സർവവ്യാപിയായ വിഷ്ണുവിൻ്റെ ഭാവമാണ് പുഷ്പാർച്ചനയിൽ. പിന്നെയോ ഗന്ധേ ഗന്ധവഹാത്മത. ഗന്ധവഹൻ എന്ന് പറഞ്ഞാൽ വായു. ആ വായുവിൻ്റെ ആത്മഭാവം, വായുവാത്മഭാവം എവിടെ? ഗന്ധം സമർപ്പിക്കുന്ന വിഷയത്തിൽ. ഗന്ധം എന്ന് പറയുമ്പോൾ ചന്ദനം തുടങ്ങിയവ. പിന്നെയോ അന്നഭജനേ, അന്നസമർപ്പണത്തിൽ, അന്നത്തെ ദഹിപ്പിക്കുന്ന വിഷയത്തിൽ. ആ അന്നഭജനത്തിൽ ബർഹിർമുഖ അധ്യക്ഷത. ബർഹി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. ബർഹിർമുഖം, ആരുടെ മുഖം അഗ്നിയാണോ അതാണ് അഗ്നിമുഖത. ദേവന്മാരുടെ മുഖം അഗ്നിയാണ്. താത്പര്യം ദേവന്മാർക്ക് ഹവിതർപ്പണം ലഭിക്കുന്നത് അഗ്നിയിലൂടെയാണ്. എപ്രകാരമാണോ നമുക്ക് നമ്മുടെ വായയിലൂടെ അന്നപാനങ്ങൾ ലഭിക്കുന്നത്, അതുപോലെ ദേവന്മാർക്ക് അവർക്കായി അർപ്പിക്കപ്പെടുന്ന ഹവിസ്സുകൾ ലഭിക്കുന്നത് അഗ്നിയിലൂടെയാണ്. അതുകൊണ്ട് ദേവന്മാരുടെ മുഖം അഗ്നിയാണ്. അഗ്നിമുഖന്മാരുടെ ബർഹിർമുഖന്മാരുടെ അധ്യക്ഷൻ ദേവേന്ദ്രനാണ്. അപ്പോൾ ഭഗവാന് ഭക്ഷണം സമർപ്പിക്കുമ്പോൾ ദേവേന്ദ്രത്വം വേണം എങ്കിലേ സാധിക്കൂ. ഭഗവാന് അന്നസമർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്താൻ ആർക്ക് കഴിയും? അഖില ഐശ്വര്യങ്ങൾക്കും അധിപതിയായ ഇന്ദ്രനെ കഴിയും. ആ ഇന്ദ്രത്വം വേണം. പാത്രേ, പാത്രസമർപ്പണത്തിൽ, അർഘ്യപാത്രം ഭഗവാന് സമർപ്പിക്കുന്ന വിഷയത്തിൽ കാഞ്ചനഗർഭത. കാഞ്ചനഗർഭത, ഹിരണ്യഗർഭഭാവം. സകല പ്രപഞ്ച വൈജാത്യങ്ങളുടെയും സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭഭാവം. സകല ലോകങ്ങളും സകല പ്രപഞ്ചങ്ങളും അതിലെ ജീവജാലങ്ങളും എല്ലാം അടങ്ങുന്ന വിരാട്. ആ വിരാട്ടിൻ്റെ, സ്ഥൂലമായ വിരാട്ടിൻ്റെ സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭഭാവം. അപ്പോൾ ആ ഹിരണ്യഗർഭഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാത്രസമർപ്പണം ചെയ്യാം. കാരണം സമസ്ത പ്രപഞ്ചവും ആരുടെ ഗർഭത്തിലാണോ അവനെ ഭഗവാന് പാത്രം സമർപ്പിക്കാൻ കഴിയും. ഇതൊന്നും എനിക്കില്ലല്ലോ. എന്നിരിക്കെ ഞാൻ എങ്ങനെ നിന്നെ പൂജിക്കും എന്നാണ് സംശയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്കുണ്ടെങ്കിൽ, മയി ചേത്, എന്നിലുണ്ടെങ്കിൽ, ഈ ഭാവങ്ങളെല്ലാം എന്നിലുണ്ടെങ്കിൽ, എന്തെല്ലാം എന്നിലുണ്ടെങ്കിൽ? സഹസ്രകരതാമയി ചേത്, വിഷ്ണുതാമയി ചേത്, ഗന്ധവഹാത്മതാമയി ചേത്, ബർഹിർമുഖാധ്യക്ഷതാമയി ചേത്, കാഞ്ചനഗർഭതാമയി ചേത്. ഞാൻ 5 ഭാവങ്ങൾ പറഞ്ഞു. സൂര്യത്വവും വിഷ്ണുത്വവും വായുത്വവും അതുപോലെ ഇന്ദ്രത്വവും ഹിരണ്യഗർഭത്വവും എന്നിലുണ്ടെങ്കിൽ എനിക്ക് നിന്നെ അർച്ചിക്കാം. ഇതെന്നിലില്ലാതെ ഞാൻ എങ്ങനെ അർച്ചന ചെയ്യും? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ 3 കരണങ്ങളെ കൊണ്ടും അർച്ചന ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഭഗവാനെ അർച്ചിക്കുക? അസാധ്യമാണ്. ഭഗവാനെ പൂജിക്കുക അസാധ്യമാണ്. കാരണം ഈ ഭാവങ്ങൾ എന്നിലില്ലല്ലോ. അതാണ് മയി ചേത്, എന്നിലുണ്ടെങ്കിൽ. ഹേ ബാലേന്ദു ചൂടാമണേ, അല്ലയോ ചന്ദ്രക്കലയെ ശിരസിൽ ചൂടയിൽ ധരിച്ചവനെ, ശുശ്രൂഷാം കരവാണി, ഞാൻ ശുശ്രൂഷയെ ചെയ്യാമായിരുന്നു.
പിന്നെ ഞാൻ എങ്ങനെ അങ്ങയുടെ ശുശ്രൂഷയെ ചെയ്യും ഭഗവാനെ എന്ന് ചിന്തിക്കുകയാണ്. ഇനി ഇതിന് തന്നെ മറ്റൊരർത്ഥം പറയാം. ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷയെ ചെയ്യുന്നതിലൂടെ ഈ ഒരു ഭാവം, സർവാത്മഭാവം, സർവദേവതാത്മഭാവം എന്നിൽ വന്നു ചേരും. അപ്പോൾ അനന്യഭക്തിയോടുകൂടി ഭഗവത് പൂജ ചെയ്യുന്ന സാധകനുള്ളിൽ ഈ സർവദേവാത്മഭാവം വന്നു ചേരും എന്നുകൂടി ഇതിനർത്ഥം മനസ്സിലാക്കാം. ഹേ പശുപതേ, അല്ലയോ പശുപതേ, സകല പശുക്കൾക്കും പതിയായിട്ടുള്ളവനെ. പാശത്താൽ ബന്ധിക്കപ്പെടുന്നവരൊക്കെ പശുക്കളാണ്. ദേവന്മാർ മുതൽ പിശാചുക്കൾ വരെ സകല ഭൂതങ്ങളെയും പശു ശബ്ദത്താൽ പറയും. സകല ജീവരാശിയും പശുക്കളാണ്. അതിൻ്റെ മുഴുവൻ പതിയാണ് പശുപതി, സാക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ. ഹേ സ്വാമിൻ, അല്ലയോ സ്വാമി, യജമാനൻ, 3 ലോകങ്ങളുടെയും യജമാനനായിട്ടുള്ളവനെ. പോരാ, ത്രിലോകീ ഗുരോ, 3 ലോകങ്ങളുടെയും ഗുരുവായിട്ടുള്ളവനെ, അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവനെ. ഈ പറഞ്ഞ ദേവതാത്മഭാവങ്ങൾ എന്നിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ ശുശ്രൂഷയെ ചെയ്യാമായിരുന്നു. അപ്പോൾ 2 അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഒന്ന്, ഭഗവാന്റെ ശുശ്രൂഷ പരമാർത്ഥത്തിൽ ചെയ്യാൻ സാധ്യമല്ല. 2ാമത്തെ ഭാവം, ശുദ്ധഭാവത്തോടു കൂടി പൂജ ചെയ്താൽ ഈ സർവാത്മഭാവം ലഭിക്കും. ഇങ്ങനെ 2 അർത്ഥങ്ങളെ നമുക്ക് മനനം ചെയ്യാം. കൂടുതൽ ഈ ശ്ലോകം വിചാരം ചെയ്യൂ. അപ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏതായാലും തുടർന്ന് അടുത്ത പ്രാവശ്യം പഠിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. പ്രതിഷ്ഠാവേളയിൽ വളരെ സങ്കീർണമായ ഒരു ക്രിയ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നുണ്ട്. ചിദ്ബിംബ സമ്മേളനം എന്ന് പറയുന്ന ഒരു വളരെ സങ്കീർണമായൊരു ക്രിയയുണ്ട്. ഈ വിഗ്രഹമാകുന്ന ഉപാധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ആ ദേശത്തിന്, ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണ് ഗുണകരമായി ആ ചൈതന്യം വർത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ വന്നു തൊഴുന്ന ഭക്തന് മാത്രം ഫലം കിട്ടണം എന്നൊരു സങ്കല്പം അവിടെ കൊടുക്കുന്നില്ല. പകരം ഈ ക്ഷേത്രത്തിലും ഭക്തർക്കും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം അടങ്ങുന്ന ദേശത്തെ മുഴുവൻ പ്രദേശവാസികൾക്കും ഗുണം കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ അവിടെ സമ്മേളിപ്പിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ചിദ്ബിംബം സമ്മേളനം എന്ന് പറയുന്ന ഒരു ക്രിയ ഈ വിഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ വിഗ്രഹത്തിൽ ചൈതന്യവത്തായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ ഈ വിഗ്രഹത്തിൻ്റെ മൂർധാവിലൂടെ മുകളിലേക്ക് പ്രവഹിച്ച്, ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള താഴികക്കുടം വഴി പുറത്തേക്ക് പ്രവഹിച്ച് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ഈ ചൈതന്യത്തെ നിറഞ്ഞു നിൽക്കണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന, ഒരു സമ്മേളനം, ഒരു ചിദ്ബിംബ സമ്മേളനം എന്ന് പറയുന്ന ക്രിയയിലേക്കൂടെ അങ്ങനെയാണ് അവിടെ സന്നിവേശിപ്പിക്കുന്നത്. ആ സംവിധാനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് സങ്കല്പിക്കുന്നത് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എന്ന് പറയുന്ന 2 സങ്കല്പങ്ങൾ വൈദികമായിട്ടുള്ള വേദാന്ത വിഷയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ പിണ്ടാണ്ടത്തിലും ഉണ്ട് എന്നാണ് പറയുക. ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന സങ്കല്പത്തിൽ എന്തൊക്കെ ഉണ്ടോ, സർവ്വചരാചരങ്ങളും ഉണ്ടോ, ആ സർവ്വചരാചരങ്ങളെയും പിണ്ടാണ്ടമാകുന്ന അവസ്ഥയിലേക്കും സമ്മേളിപ്പിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തെ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പരികൽപ്പനയിൽ തന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു മാതൃകയായിട്ടാണ് സങ്കല്പിക്കാറുള്ളത്. ഈ മതിൽക്കകം തന്നെയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ സങ്കല്പിക്കുന്നത്. അത് മുഴുവൻ ദേവൻ്റെ ശരീരമായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്നത് ദേവൻ്റെ പാദമായും, അതിനകത്തേക്ക് കടക്കുമ്പോൾ കാലുകളായും, നാഡീഞരമ്പുകളായും, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ അതിൻ്റെ കാലുകളായിട്ടും, ക്ഷേത്രത്തിൻ്റെ അന്തരാളത്തിലേക്ക് കടക്കുമ്പോൾ അകത്തെ വലിവട്ടവും ഗർഭഗൃഹവും മണ്ഡപവും ഒക്കെ ദേവൻ്റെ ഓരോ ശരീര ഭാഗങ്ങളായിട്ടും, ഏറ്റവും അവസാനം വിഗ്രഹത്തിനകത്ത്
ആത്മാവായിട്ടും അല്ലെങ്കിൽ ജീവശരീരമായിട്ടും ജീവാത്മാവുമായിട്ടുമാണ് ഈ ദേവനെ നമ്മൾ സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു ഗോപുരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഗോപുരത്തിൻ്റെ വെളിയിൽ തന്നെ ചെരുപ്പഴിച്ചു വെച്ച് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. ക്ഷേത്രത്തിൽ കടക്കുക എന്ന് പറയുന്നത് ദേവശരീരത്തിലേക്ക് തന്നെ പ്രവഹിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എന്നൊരു സങ്കല്പമാണ് അവിടെ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ടമാകുന്ന ശരീരത്തിനകത്തേക്ക്, ദേവശരീരത്തിനകത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളിൽ ആ ദേവൻ്റെ അംശം, ദേവൻ്റെ ചൈതന്യം നമ്മുടെ ശരീരമാകെ നമ്മൾ അതിൽ പെട്ടുഴലുന്ന അല്ലെങ്കിൽ അതിൽ പെട്ട് നടക്കുന്ന ഒരു ജീവിത ധാരയിലൂടെയാണ് പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ സങ്കല്പിക്കുന്നത്. അത്ര ബൃഹത്തായ ഒരു സങ്കല്പമാണ് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഇവിടെ സംയോജിപ്പിച്ചിരിക്കുന്നത്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലക്കൊടുവേലി പൂക്കുന്ന കാനന ഭംഗികളിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻ കോവിലാർ ഇവിടെ എത്തുന്നത് വലഞ്ചുഴി ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ തന്നെയാണ്. അച്ചൻ കോവിലാർ ക്ഷേത്രത്തിന് 3 വശങ്ങളിൽ കൂടി വലം വച്ചൊഴുകുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് വലഞ്ചുഴി എന്ന പേര് വന്നതും. പത്തനംതിട്ട ജില്ലയിൽ അച്ചൻ കോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം. പ്രകൃതി വരച്ചിട്ട ഹരിതാർദ്രമായ ചിത്രങ്ങളിലൊന്നാണ് വലഞ്ചുഴി ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും. ഇവിടുത്തെ ഭൂമിയും മാനവും മരങ്ങളും പൂക്കളും ഇലകളുമൊക്കെ ദേവീ മന്ത്രം ഉരുവിട്ട് ധ്യാനത്തിലാകുമ്പോൾ അച്ചൻ കോവിലാറിൻ്റെ ആത്മീയ താളങ്ങളിലേക്ക് നോക്കി ദേവിയുടെ ചെറുപുഞ്ചിരി. ഇവിടുത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിൻ്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സുന്ദരഭൂവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ലളിതമായ രൂപസൗന്ദര്യമാണ്. അതിപുരാതനമായ ബലിക്കല്ല് ലോഹത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അകത്ത് നമസ്കാര മണ്ഡപത്തിൻ്റെ തൂണുകളിലും ലോഹം പൂശിയിരിക്കുന്നത് വളരെ ആകർഷണീയമാകുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ പടികളിലും വശങ്ങളിലും ലോഹം പൂശിയിരിക്കുന്ന കാഴ്ച ചതുര ശ്രീകോവിലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വലഞ്ചുഴി ദേവിയെ ദർശിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെയിലൊളികൾ വീണ് സ്വർണപ്രകാശം വിതറുന്ന അഷ്ടദിക്പാലകന്മാരെയും നിർമാല്യധാരിയെയും കാണാം. നാലമ്പലത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികളിൽ കൂടി നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഉരുമ്മി വരുന്ന കാറ്റിന് അത്യപൂർവമായ ഔഷധ സുഗന്ധമാണ്. അങ്ങനെ വലഞ്ചുഴി ദേവീ ദർശനം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നിത്യചൈതന്യത്താൽ നിരന്തരം ശുദ്ധീകരിച്ച് സ്വാസ്ഥ്യത്തിൽ എത്തിക്കുന്നു. 1000-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഇവിടത്തെ മൂലപ്രതിഷ്ഠ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വാളും ചിലമ്പും ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിഗ്രഹ അനുശക്തികൾ ഒരുപോലെ നിലകൊള്ളുന്ന വലഞ്ചുഴി ഭഗവതിയെ
അറിഞ്ഞു വിളിക്കുന്നവർക്ക് ആശ്രയമായതിന് അനുഭവസാക്ഷ്യങ്ങൾ നിരവധിയാണ്. കേരളത്തിൽ ഒരു കാലത്ത് മാരകമായി പടർന്നു പിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിത്തും കലവും സമർപ്പിക്കുന്നത് ശാന്തി ഹേതുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും രോഗവിമുക്തിക്കായി വിത്തും കലവും വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ദക്ഷിണ കേരളത്തിൽ വിസ്തൃതമായ ക്ഷേത്രക്കാവുള്ള ക്ഷേത്രങ്ങളിൽ ഗണനീയ സ്ഥാനമാണ് വലഞ്ചുഴി ക്ഷേത്രത്തിനുള്ളത്. നിബിഡമായ ക്ഷേത്രക്കാവിൽ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ 100 പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. മകരമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. സന്താനഭാഗ്യത്തിനായി തൊട്ടിലും കുട്ടിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മംഗല്യഭാഗ്യത്തിനായി താലി ചാർത്തിക്കുന്നതും വിശേഷാൽ വഴിപാടുകളാണ്. മങ്കമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. ഈ വേളകളിൽ തിടമ്പിലേറിയ ദേവീരൂപം വാദ്യമേളങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കടുത്തേക്ക് എഴുന്നള്ളുന്നു. തിടമ്പിലേറി വരുന്ന ദേവിയെ കണ്ട് പൊങ്കാല ദേവിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിച്ച് ഭക്തജനങ്ങൾ ദർശനപുണ്യം നേടുമ്പോൾ പ്രശസ്തമായ വലഞ്ചുഴി പൊങ്കാലയ്ക്ക് സമാപനമാകുന്നു. വലഞ്ചുഴി ദേശത്തിന്റെ ആകാശ നീലിമകളിൽ സ്വർണ്ണ മന്ദാരങ്ങളുടെ നിറം പടർത്തി സൂര്യഭഗവാൻ യാത്ര ചോദിക്കവേ സായാഹ്ന പൂജകൾക്കായി വലഞ്ചുഴി ദേവിയുടെ തിരുനട തുറന്ന് മണികൾ മുഴങ്ങി. പങ്കജവാസിനി ദേവസുപൂജിത. ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഈ മനോഹാരിതയിലെ ഇലകളും പൂക്കളും മരങ്ങളും പുഴയ്ക്കുമീതെ ഉരുണ്ടു വീഴുന്ന ചെറുകാറ്റുമൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ ചരാചരങ്ങളുടെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം, ആത്മാവിന്റെ നീലസരസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീരൂപത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത് പോലെ. ആദിലക്ഷ്മി സദാ പാലയമാ. ദീപങ്ങൾക്ക് നടുവിൽ അലങ്കാര പൂജകൾ കഴിഞ്ഞ് തൂമന്ദഹാസവുമായി നിൽക്കുന്ന സുന്ദരരൂപിണിയായ ദേവി. ഈ ദർശന സൗഭാഗ്യം ഏതോ ജന്മാന്തര പുണ്യം പോലെ ആത്മാവിന് സായുജ്യമാകുമ്പോൾ ദേവി, നിന്റെ പുണ്യദർശനം എൻ്റെ ആത്മാവിൽ തെളിയിച്ച നിലാവഴികളിലൂടെ പരമാത്മാവിനെ തേടിയുള്ള എൻ്റെ യാത്ര തുടങ്ങുകയായി. മന്ത്രനിവാസിനി മന്ത്രനുതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിതപാദയുതേ. ജയ ജയ ഹേ